ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ സെലിനാണെന്നുണ്ടെങ്കിൽ ഷ്യാമിനോട് പറയുന്നുണ്ട്, ഇങ്ങനെ അഞ്ജലിനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ആകാശ് വിളിച്ചിരുന്നു എന്നൊക്കെ പറയാണ്. ശേഷം സെലിൻ പറയുന്നുണ്ട്, അങ്ങനെ അഞ്ജലിനെ കാണാതായിക്കാൻ നമ്മുടെ പണി എളുപ്പമായി അല്ലേ സർ എന്ന് പറയുമ്പോൾ ഷ്യാം പറയണ്ട, നോനോ അങ്ങനെ വിചാരിക്കരുത്, അവളുടെ ഭർത്താവായിട്ട് തന്നെ എനിക്ക് അവിടെ കയറി പറ്റണം സെലിൻ എന്ന് പറയാണ്. ആർക്ക്? സാറിനോ? ഈ സാറിന് അവിടെ കയറി പറ്റാൻ പറ്റുമെന്ന് സാറിന് തോന്നണുണ്ടോ? തീർച്ചയായിട്ടും പറ്റും. അതിനൊരു കാര്യം അവിടെ ഉണ്ട്. അതെന്ത് കാര്യമോ? അഞ്ജലിയുടെ വയറ്റിൽ വളരണ കുഞ്ഞ്. ആ കുഞ്ഞോടുള്ളിടത്തോളം കാലം എനിക്ക് ആ വീട്ടിൽ സുഖമായിട്ട് കയറി പറ്റാം. കാരണം കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു അവകാശം ആ വീട്ടിൽ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് ആ വീട്ടിലേക്ക് കയറി പറ്റാം എന്നൊക്കെ പറയണം. ശേഷം സെലിൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ അവസ്ഥയൊക്കെ സെലിൻ കണ്ടറിയണേട്ടോ. അതായത് അഞ്ജലി ഹോസ്പിറ്റലിൽ പോയത് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ആണെന്നുള്ള സത്യം ആ വീട്ടിലെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ മുത്തശ്ശി ചോദിക്കേണ്ട, എന്തിനാ അഞ്ജലി മോളിങ്ങനെ ഹോസ്പിറ്റലിൽ പോയെന്ന് ചോദിക്കുമ്പോൾ ആദ്യം അശ്വിൻ പറയുന്നില്ലെങ്കിലും പിന്നെ അശ്വിൻ പറയുന്നുണ്ട്, ചേച്ചീനെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും ശ്രുതിയും പ്രീതിയും മനോരമ ആകെയൊക്കെ ഷോക്കാവാട്ടോ. ഈശ്വര, അഞ്ജലി മോൾ തന്നെയാണ് പോയത് എന്നാൽ അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ അശ്വിനും ആകെ ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. സെലിൻ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഷ്യാമിനെ വിളിക്കുന്നുണ്ട്. ഹലോ ഷ്യാം സർ. എന്താ സെലിൻ, അവിടെ അഞ്ജലി വന്നോ? വന്നു സർ. പിന്നെ വേറൊരു സംഭവം ഉണ്ടായി. സംഭവം? എന്ത് സംഭവം? സാറ് പറഞ്ഞല്ലോ സാറിന് ഇവിടെ കയറി പറ്റാൻ പറ്റണതിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞത് ആ കുഞ്ഞാണെന്ന്. അതായത് അഞ്ജലി മേഡത്തിന് വയറ്റിൽ വളരണ ആ കുഞ്ഞാണെന്ന്. അതെ. എന്നാലേ അഞ്ജലി മേഡം ഒന്ന് പോയതേ ഹോസ്പിറ്റലിലേക്കോ? അതിനവളുടെ ചെക്കപ്പ് ഡേറ്റ് ഒന്നും ആയിട്ടില്ലല്ലോ. 2 ആഴ്ച മുമ്പേ ഞങ്ങൾ പോയത്. അതെ, ചെക്കപ്പിനൊന്നും പോയതല്ല സർ. പിന്നെ ഇതിനാണ് ഹോസ്പിറ്റലിൽ പോയത്. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള വഴി ആലോചിച്ചിട്ടാണ് അഞ്ജലി മേഡം ഹോസ്പിറ്റലിൽ പോയത്. സെലിൻ, താൻ എന്തൊക്കെയാണ് പറഞ്ഞത്? സർ, ഞാൻ പറഞ്ഞ സത്യമാണ് സർ. അഞ്ജലി മേഡം ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയെന്ന് പറയാണ്. ഇപ്പം അങ്ങനെയെങ്ങാനും നടന്നിരുന്നെങ്കിൽ സാറിന് ഒരിക്കലും ഇവിടെ കയറാൻ പറ്റില്ലായിരുന്നു. ഒരിക്കലും അത് നടക്കരുത് എന്ന് പറയാണ്. ഇല്ല, അത് നടന്നില്ല. കറക്റ്റ് സമയത്ത് അശ്വിൻ സാർ അവിടെ എത്തി അഞ്ജലി മേഡത്തിനും കൂട്ടിക്കൊണ്ട് എങ്ങോട്ടേക്ക് വന്നു എന്ന് പറയണം. അതേതായാലും നന്നായി. ഞാൻ എന്തായാലും അശ്വിനൊന്ന് വിളിക്കുന്നുണ്ട്. ശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സെലിൻ ഫോൺ വെച്ചോ എന്ന് ഷ്യാം പറയാണ്. ശേഷം ഷ്യാം നേരെ വിളിക്കണത് അശ്വിൻ്റെ ഫോണിലേക്കാട്ടോ. എന്താടാ നീ എന്നെ വിളിച്ചത് എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, അതെ ഞാൻ വിളിക്കും. കാരണം എൻ്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞും അവിടെ സേഫാണല്ലോ. എനിക്ക് എൻ്റെ ഭാര്യനെ കാണണമെന്ന് തോന്നുമ്പോഴും കുഞ്ഞിനെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് വരും. നിന്നെ ഈ പാടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ലടാ എന്ന് അശ്വൻ പറയുമ്പോൾ, അതിന് തൻ്റെ സമ്മതം ആർക്ക് വേണോടോ? എനിക്ക് എൻ്റെ ഭാര്യനെയും കുഞ്ഞിനെ കാണേണ്ട തൻ്റെ സമ്മതത്തിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം, എന്ത് പ്രശ്നം എനിക്കും ഭാര്യയ്ക്കും ഇടയിൽ വന്നാലും ആ കുഞ്ഞിനും എൻ്റെ ഭാര്യയ്ക്കും ഒരു പോറൽ പോലും സംഭവിക്കരുത്, കേട്ടല്ലോ? അങ്ങനെ ഇതിൽ സംഭവിച്ച ഈ ശ്യാമാധവ് ആരാണെന്ന് അശ്വിൻ സായറാം അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഷ്യാം ഫോൺ കേട്ടോ. അശ്വിനും ആകെപ്പാടെ ദേഷ്യം വന്ന് ആകെപ്പാടെ വെപ്രാളം പിടിച്ചിരിക്കുന്ന സമയത്ത് റൂമിലേക്ക് പോകുകയാണ്. അപ്പം ശ്രുതി ആകെ വിഷമിച്ചിരിക്കുകയായിക്കോട്ടോ. ശ്രുതിയുടെ അടുത്ത് അശ്വിൻ പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം നീയാ ശ്രുതി എന്ന് പറയാണ്. അത് കേൾക്കണമെന്ന് ശ്രുതി ആകെ ഒന്ന് ഷോക്കാവാണ്. സാർ എന്ന് പറയുമ്പോൾ, അതെ, നീ ഒരിക്കലും എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് ഈ വീട്ടിൽ വരാൻ പാടില്ലായിരുന്നു. നിന്നെ ഞാൻ ഒരിക്കലും കല്യാണം കഴിച്ചിട്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. നീയാണ് എല്ലാത്തിനും കാരണം. നീയും ഞാനും തമ്മിൽ പരിചയപ്പെടാനേ പാടില്ലായിരുന്നു എന്നൊക്കെ പറയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അശ്വിൻ പറയുന്നുണ്ട്, അതുമാത്രമല്ല, നീ എപ്പോൾ ഈ വീട്ടിലേക്ക് വന്നു അന്ന് തുടങ്ങിയതാ ഈ വീടിൻ്റെ താളം തെറ്റിയതാ. നീ ചിലപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ഷ്യാം ചിലപ്പോൾ എൻ്റെ ചേച്ചിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുമായിരുന്നു. അവൻ ഇത്ര വൃത്തികെട്ടവനാവില്ലായിരുന്നു എന്നൊക്കെ പറയാണ്. അതൊക്കെ കേട്ട് ശ്രുതി ആകെ വിഷമിച്ച് ഇങ്ങനെ ഇങ്ങനെ കരയണ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അശ്വൻ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എല്ലാത്തിനും കാരണം നീയാണ്. എനിക്കിപ്പോൾ ഇത് മനസ്സിലായി. നിന്നെ പരിചയപ്പെട്ട ആ ഒരു നിമിഷത്തെ ഞാനിപ്പോൾ ശപിച്ചു പോകുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകാട്ടോ. അശ്വൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണെന്ന് എന്ന് ശ്രുതിക്ക് മനസ്സിലായി. ശ്രുതിയും ആകെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ പോകണം എന്ന് ശ്രുതി ആ ഒരു തീരുമാനത്തിലെത്താണ്. ശേഷം അശ്വൻ നേരെ അഞ്ജലിയുടെ റൂമിലേക്ക് പോവാട്ടോ. ചേച്ചി ഇപ്പോൾ ഓക്കെ ആണല്ലോ അല്ലേ? എന്താ കുഞ്ഞാ? ചേച്ചി എന്ത് പണിയാ ചേച്ചി കാണിച്ചത്? എന്തിനാ ചേച്ചി ആ കുഞ്ഞിനോട് ഈ ഒരു ക്രൂരത കാണിക്കാൻ പോയത്? എനിക്ക് ജീവിക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ ആ ഒരു തീരുമാനം എടുത്തത്. ചേച്ചി ഇത്ര നാളെ ജീവിച്ചത് എനിക്ക് വേണ്ടിയിട്ടല്ല ചേച്ചി എപ്പോഴും പറയല്ലോ കുഞ്ഞിനെ വേണ്ടിയിട്ടാണ് ജീവിച്ചത്. എന്നിട്ട് ചേച്ചി എന്താ ചേച്ചി എന്നെക്കുറിച്ചൊന്നും ആലോചിക്കാതിരുന്നത്? ചേച്ചി ഒരു കാര്യം ആലോചിക്കണം. ഒരിക്കലും എന്നെ വിട്ട് എൻ്റെ ചേച്ചി പോവരുത്. ഞാൻ നിന്നൊരു കാര്യം പറയട്ടെ. എന്താ? എനിക്ക് ശ്യാമേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അയാളെക്കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് മറക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ നിൻ്റെ ചേച്ചീനെ അത്രമാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് ചോദിക്കുകയാണ്. ചേച്ചി, എനിക്കറിയാം ചേച്ചിക്ക് അയാളെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. ചേച്ചിക്കെന്നല്ല, ഭർത്താവിനെ സ്നേഹിക്കുന്ന ലോകത്തെ ഏത് പെണ്ണിനാണെങ്കിലും പെട്ടെന്ന് ഭർത്താക്കന്മാർ എത്ര വൃത്തികെട്ടവന്മാരാണെന്ന് പറഞ്ഞാലും അവരെ പെട്ടെന്ന് മറക്കാനൊന്നും പറ്റില്ല. പക്ഷേ ചേച്ചി യാഥാർത്ഥ്യം തിരിച്ചറിയണം. അയാളെ മറന്നേ പറ്റൂ ചേച്ചി. ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ആൾ ചേച്ചിയുടെ ജീവിതത്തിൽ
അങ്ങനത്തെ ഒരാൾ വേണ്ട എന്ന് അശ്വിൻ പറയുമ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട്, കുഞ്ഞ ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഒരിക്കലും പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് എൻ്റെ വയറ്റിൽ അയാളുടെ കുഞ്ഞുകൂടിയുണ്ട്. നാളെ ഈ കുഞ്ഞിനെ കാണുമ്പോഴൊക്കെ എനിക്ക് അയാളുടെ മുഖമായിരിക്കും ഓർമ്മ വരുന്നുണ്ടാവുക. അപ്പോൾ വീണ്ടും വീണ്ടും ഓർമ്മ വരെയില്ലേ ഉള്ളൂ എനിക്ക് എന്ന് പറയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ അശ്വിനെ ഒന്നും മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയാട്ടോ. അശ്വിൻ പറയേണ്ട, ചേച്ചി ഇപ്പോൾ ചേച്ചി ഒന്നും സംസാരിക്കണ്ട, ചേച്ചി റെസ്റ്റ് ചെയ്യ്. പിന്നെ ചേച്ചിയുടെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഒരിക്കലും ഇങ്ങനത്തെ ഒരു തീരുമാനം ഇനി എടുക്കരുത് ചേച്ചി. എനിക്കറിയാവുന്ന എൻ്റെ ചേച്ചി ഉറുമ്പുകളെപ്പോലും ദ്രോഹിക്കാനും നോവിക്കാനും കഴിയാത്ത ഒരു ചേച്ചിയാണ്. ആ ചേച്ചി ഒരിക്കലും ഇങ്ങനത്തെ ഒരു ദ്രോഹം ഇനി ചെയ്യരുത്. എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ, എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല ചേച്ചി എന്നൊക്കെ അശ്വിൻ അഞ്ജലി അടുത്ത് പറയണം. അഞ്ജലിക്ക് വേറെ വിഷമമാവുന്നുണ്ട് കേട്ടോ. പിന്നെ അഞ്ജലി ശരി അതാ ചെയ്ത് തെറ്റാണെന്നൊക്കെ അഞ്ജലി മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം അശ്വിൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈശ്വര ഞാൻ ശ്രുതിയുടെ അടുത്ത് എന്തൊക്കെയാണ് ദേഷ്യപ്പെട്ട് പറഞ്ഞത്, ഒരിക്കലും ഞാൻ അവൾക്ക് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യാം, അവളോട് പോയി സോറി പറയാം എന്ന് വിചാരിച്ചിട്ട് അശ്വിൻ റൂമിലേക്ക് പോകുമ്പോൾ ശ്രുതി പെട്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുക കേട്ടോ. ശ്രുതി നീ എന്തേ കാണിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, സാർ പറഞ്ഞതൊക്കെ സത്യമാണ് സാർ, ഞാൻ ഈ കുടുംബത്തിൽ കയറാൻ പോലും യോഗ്യതയില്ലാത്തവളാണ്. ഈ പ്രത്യേകിച്ച് സാറിൻ്റെ ഭാര്യയായിട്ട് ഞാനിവിടുന്ന് പോവാണ് സർ. ശ്രുതി വെറുതെ കളിക്കല്ല കേട്ടോ, നീ എവിടേക്ക് പോണ കാര്യമാണ് പറഞ്ഞത്. സർ ഞാൻ ഈ വീട്ടിലുള്ളതാണ് ഈ വീട്ടിലെ ഏറ്റവും പ്രശ്നം. അഞ്ജലി ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ല, സാറിനും ബുദ്ധിമുട്ട്, ഈ വീട്ടിലെ ആർക്കും എന്നെ ഇഷ്ടമല്ല സർ. ഞാൻ എന്തിനാ ഇവിടെ നിൽക്കണത്, അതുകൊണ്ട് ഞാൻ പോകുവാണ് സർ. അത് നീയാണ് തീരുമാനിക്കണത്, ഞാനും കൂടി തീരുമാനിക്കണ്ടേ. ശ്രുതി നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് നീ പോകണമെന്നുണ്ടെങ്കിൽ സോറി ശ്രുതി, അത് ഞാൻ ആ ഒരു രീതിയിൽ പറഞ്ഞതല്ല. മനസ്സിൻ്റെ താളം തെറ്റിയപ്പോൾ ചേച്ചി അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ ശ്രുതി, നീ ഒന്ന് ക്ഷമിക്കേ എന്ന് അശ്വിൻ പറയണം. ഞാനത് മനസ്സിൽ തട്ടി പറഞ്ഞതൊന്നുമല്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ടേ, സാർ അത് പറഞ്ഞത് കാര്യങ്ങളൊക്കെ മനസ്സിൽ തട്ടിയിട്ടാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, സാർ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് മാത്രമേ സാർ ഇവിടെ നിന്ന് പോകണത് എന്ന് പറയണം. ശ്രുതി നീ പോവരുത് എന്ന് പറയുമ്പോൾ, സാർ എനിക്ക് പോയേ പറ്റൂ എന്ന് പറയുമ്പോഴേക്കും, ആഹാ നിനക്ക് പോകണമെന്ന് വാശിയാണല്ലേ സാർ, ഇത് വാശിയായിട്ടൊന്നും കാണണ്ട, എനിക്ക് പോകണം സാർ. അങ്ങനെയെങ്കിലേ 6 മാസത്തെ എഗ്രിമെൻറ്റിലല്ലേ ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്, 6 മാസം ആയിട്ടില്ലല്ലോ, പിന്നെ നീ എവിടേക്ക് പോകാൻ ധൃതി കാണിക്കണത്. സാർ ഇപ്പോഴും നമ്മുടെ വിവാഹം ഒരു എഗ്രിമെൻ്റ് രീതിയിലാണോ കാണുന്നത്? അതെ ആ രീതി തന്നെയാണ് കാണുന്നത് എന്ന് അശ്വിൻ പറയണം. അത് കേൾക്കുമ്പോൾ ശ്രുതി പൊട്ടിക്കരയാട്ടോ. ഓഹോ അപ്പോൾ സാർ ഇപ്പോഴും ഒരു എഗ്രിമെൻ്റ് വൈഫായിട്ടാണ് കാണുന്നതല്ലേ? അതെ ഞാൻ നിന്നെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഓ അപ്പോൾ ഞാൻ കാണിക്കുന്ന സ്നേഹവും സാർ എന്നോട് കാണിക്കുന്ന സ്നേഹമൊക്കെ എഗ്രിമെൻറ്റിൻ്റെ പുറത്താണല്ലേ? ഞാൻ എങ്ങനെയാണ് കാണുന്നത്, നീ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും എഗ്രിമെൻറ്റ് കഴിയാൻ ഒരു 6 മാസം കൂടി സമയം, ഒരു മാസം കൂടി സമയമില്ലേ, അത് കഴിഞ്ഞിട്ട് നീ പോയാൽ മതി. അല്ല അതിനുള്ളിൽ നിനക്ക് പോകണമെന്നാണെങ്കിൽ നിന്റെ ചേച്ചിയും കൂടി നിൻ്റെ കൂടെ വരും. അറിയാലോ ഞാൻ ആകാശിനോട് പറയും പ്രീതിനെ ഡിവോഴ്സ് ചെയ്യാൻ, ആകാശ് ഡിവോഴ്സ് ചെയ്യും, നിൻ്റെ കൂടെ നിൻ്റെ ചേച്ചിയും വീട്ടിലേക്ക് വരും. എന്താ അത് മതിയോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അവിടെ തന്നെ ബാഗ് വെച്ചിട്ട് പൊട്ടിക്കരയാട്ടോ. അതിനുശേഷം അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അശ്വിൻ ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയാണ്, എൻ്റെ ശ്രുതി നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല ശ്രുതി, നീ എൻ്റെ യഥാർത്ഥ ഭാര്യയായിട്ട് ഞാൻ നിന്നെ കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ബൈ ബൈ.